ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്ലേവ് നറേറ്റീവ്സ് ആണ്. സ്ലേവ് നറേറ്റീവ്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്ലേവറിക്കെതിരെ അല്ലെങ്കിൽ എന്താ പറയുക, സ്ലേവ് ട്രേഡിനെതിരെ വന്ന കൈൻഡ് ഓഫ് നറേറ്റീവ്സ് ഇൻ ലിറ്ററേച്ചർ, അതാണ് സ്ലേവ് നറേറ്റീവ്സ്. അപ്പോൾ സ്ലേവറി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ അബോളിഷൻ ആണെന്നുണ്ടെങ്കിലും അമേരിക്കൻ ഹിസ്റ്ററിയുടെ നമ്മളൊരു പീരീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അത് ബ്രിട്ടീഷ് കോളനിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് നമ്മുടെ സ്ലേവറിക്ക്. ബ്രിട്ടീഷുകാർ ഓപ്പറേറ്റ് ചെയ്തിരുന്നതായിരുന്നു സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത്. അത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബിസിനസ്സസ് ആയിരുന്നു 18th സെഞ്ചുറിയിൽ സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ വിർജീനിയയിൽ നിന്നാണ് തുടങ്ങിയത്. ടൊബാക്കോ ഫീൽഡ്സിലായിരുന്നു ആദ്യമായിട്ട് സ്ലേവ്സിനെ വേണ്ടി വന്നത്. അപ്പോൾ വർക്കേഴ്സിനെ വേണമല്ലോ. അങ്ങനെ വിർജീനിയയിൽ നിന്ന് തുടങ്ങി, പിന്നെ മേരിലാൻഡ്, നോർത്ത് കരോലീന, പിന്നെ വേറെ സദേൺ സ്റ്റേറ്റ്സിലോട്ടൊക്കെ ഇത് സ്പ്രെഡ് ആവാൻ തുടങ്ങി. അപ്പോൾ സദേൺ സ്റ്റേറ്റ്സിലോട്ട് വന്നപ്പോൾ റൈസ് പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു സ്ലേവ്സിനെ കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ സദേൺ സ്റ്റേറ്റ്സിൽ ഇവരുടെ പോപ്പുലേഷൻ കൂടാൻ തുടങ്ങി. ആൻഡ് ഇവരുടെ റൈറ്റ്സ് ഒന്നും പക്ഷേ എന്ത് ചെയ്യാൻ തുടങ്ങിയില്ല, കൺട്രി റെക്കഗ്നൈസ് ചെയ്തില്ല. ഓക്കെ. ആൻഡ് പിന്നെ 1808 അമേരിക്കൻ കോൺഗ്രസ് സ്ലേവ് ട്രേഡ് ബാൻ ചെയ്തെങ്കിലും സ്ലേവറിക്ക് ഒരു എൻഡ് കൊണ്ടുവരാൻ ഇവർക്ക് പറ്റിയിരുന്നില്ല. ആൻഡ് ഒരുപാട് അമേരിക്കൻ ബോൺ സ്ലേവ്സും വരാൻ തുടങ്ങി. അതായത് ആഫ്രിക്കൻ ആ ഒരു പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തല്ലോ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്ഡ് ആയിട്ടുള്ള ഒറിജിനുള്ള ആളുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ സ്ലേവ്സ് എല്ലാം ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടാനൊക്കെ തുടങ്ങി. പക്ഷെ കുറേ പേരെ ആളുകൾ കൊല്ലാൻ തുടങ്ങി. വൈറ്റ് പോപ്പുലേഷനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സ്ലേവ്സിനെ കണ്ടു കഴിഞ്ഞാൽ അവരെ ലിഞ്ച് ചെയ്ത് കൊല്ലും. അതായത് ആൾക്കൂട്ട കൊലപാതകം പോലെ കൊന്നു കളയാനൊക്കെ തുടങ്ങി. പിന്നെ ഇവരുടെ ഇടയിലുള്ള വൈറ്റ് പോപ്പുലേഷൻ്റെ ഇടയിലുള്ള കുറച്ച് അബോളിഷനിസ്റ്റുകൾ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് സ്ലേവ്സിന് ഷെൽട്ടറൊക്കെ കൊടുത്ത് അവരെ താമസിപ്പിക്കുകയൊക്കെ ചെയ്തു, ഹെൽപ്പ് ചെയ്ത്. അങ്ങനെ കുറേ പേരൊക്കെ സ്ലേവ്സിനെ ഫ്രീ ആക്കി വിടുകയൊക്കെ ചെയ്തു. പക്ഷേ കുറച്ച് പേരെന്താണ് കുറച്ചും കൂടി വിഷയമൊക്കെ ആക്കാൻ തുടങ്ങി. അതായത് സ്ലേവ്സിനെ കാണുമ്പോൾ പിന്നെയും പ്രശ്നങ്ങളൊക്കെ ആക്കാൻ തുടങ്ങി. ഓക്കെ. ദെൻ ഒരുപാട് സ്ലേവ് നറേറ്റീവ്സ് വരുന്നുണ്ടായിരുന്നു. അതായത് ആ ഒരു ടൈമിൽ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ, ഒരു 10-30 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സ്ലേവ് നറേറ്റീവ്സ് ഒക്കെ വരാൻ തുടങ്ങി. ഓട്ടോബയോഗ്രഫിക്കൽ അക്കൗണ്ട്സ് വരാൻ തുടങ്ങി. ഫിസിക്കലായിട്ടും സ്പിരിച്വൽ ജേർണി ഫ്രം സ്ലേവറി ടു ഫ്രീഡം, അതിനെക്കുറിച്ചൊക്കെ ഒരു വർക്ക്സ് വരാൻ തുടങ്ങി. പിന്നെ കുറേ ടെസ്റ്റ് മണീസ് വരാൻ തുടങ്ങി. ജേർണൽസിലും ന്യൂസ് ലെറ്റേഴ്സിലും ഒക്കെ വരാൻ തുടങ്ങി. സെപ്പറേറ്റ്ലി പബ്ലിഷ്ഡ് ബുക്സിലൊക്കെ സ്ലേവ് നറേറ്റീവ്സ് അപ്പിയർ ചെയ്യാൻ തുടങ്ങി. ആൻഡ് 1760 തൊട്ട് 1862 വരെ 100 സ്ലേവ് നറേറ്റീവ്സ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി, ബുക്കിന്റെ രൂപത്തിലും പാംഫ്ലെറ്റ്സിന്റെ രൂപത്തിലും. ഓക്കെ. ആൻഡ് 1836 to 1861 സ്ലേവ് നറേറ്റീവ് അതിന്റെ പിന്നക്കിൾ പോയിന്റിൽ എത്തിയത്. അതൊരു ഫോർമൽ ഡെവലപ്മെന്റിലും വളരെ പോപ്പുലറൈസ് ആയതും ഈ ഒരു പീരീഡിലായിരുന്നു. ഈ ഒരു സമയത്ത് അമേരിക്കൻ ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിലും അതൊരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു ജാണറായിട്ട് വരാൻ തുടങ്ങി. ഒരുപാട് പോപ്പുലാരിറ്റിയൊക്കെ കിട്ടാൻ തുടങ്ങി. ആൻഡ് നമുക്ക് കുറച്ച് സ്ലേവ് നറേറ്റീവ്സിന്റെ പേര് നോക്കാം. എ നറേറ്റീവ് ഓഫ് ദി മോസ്റ്റ് റിമാർക്കബിൾ പെർട്ടിക്കുലേഴ്സ് ഇൻ ദി ലൈഫ് ഓഫ് ജെയിംസ് ആൽബർട്ട്, ആൻ ആഫ്രിക്കൻ പ്രിൻസ്. അതുപോലെ തന്നെ The interesting narrative of the life of Olaudah Equiano, the African, written by himself, the life of William Grimes, the confessions of Nat Turner. ഇതൊക്കെയായിരുന്നു കുറച്ച് സ്ലേവ് നറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് അപ്പോൾ ഇത്രയും ബുക്സുകൾ എന്ന് പറയുന്നത് ഈ ഫ്യൂജിറ്റീവ് സ്ലേവ്സ് ഒക്കെയാണ് കൂടുതലായിട്ടും എഴുതിയിരുന്നത്. ആൻഡ് ഈ സ്ലേവ് നറേറ്റീവ്സ് ഇവോൾവ് ആയത് 18th, 19th and 20th സെഞ്ചുറീസിലാണ്. അതിന്റെ ഫോമും കണ്ടന്റും ഒക്കെ കൂടുതലായിട്ടും ഇവോൾവ് ആയത്. സെവറൽ 18th സെഞ്ചുറി നറേറ്റേഴ്സ് അവരൊക്കെ എന്ന് പറയുന്നത് ആഫ്രിക്കൻ ബോൺ ഫ്രീ മെൻ ആയിരുന്നു. അവർക്ക് ഹൈ സ്റ്റേറ്റസിലുള്ള ആളുകളായിരുന്നു. സോ അവരുടെ ലൈഫും സ്ലേവ് ലൈഫും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ലൈഫായിരുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ്. ഓക്കെ. 1865 സ്ലേവറി US അബോളിഷ്ഡ് ആയി. US കോൺസ്റ്റിറ്റ്യൂഷന്റെ 13th അമെൻമെന്റിൽ അത് കൊണ്ടുവന്നു. ആൻഡ് 1830s ഒക്കെ ആയപ്പോൾ പിന്നെന്താണ് ഈ നറേറ്റീവ്സ്, നമ്മൾ ഈ സ്ലേവ് നറേറ്റീവ്സിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. അതായത് ഈ സ്ലേവറി അബോളിഷ് ചെയ്ത സമയത്ത് പിന്നെ വന്ന ബുക്കുകളിലെല്ലാം ആ നറേറ്റീവ് ഫിഗർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നറേറ്റർ എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങി സ്ലേവ് നറേറ്റീവ്സിലും. അപ്പോൾ 1930s ആയപ്പോൾ ആഫ്രിക്കൻ ഫ്രീ ബോൺ നറേറ്റേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. ആൻഡ് അതുപോലെ തന്നെ അമേരിക്കൻ ബോൺ ഫ്യൂജിറ്റീവ് സ്ലേവ് നറേറ്റേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട്. അതുപോലെ തന്നെ കോട്ടൺ അഗ്രികൾച്ചർ നല്ല രീതിയിൽ പ്രോഫിറ്റബിളും വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ പറയുക,
ഈ എൻസ്ലേവ്ഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ സ്ലേവ്സിന് വളരെയധികം കഷ്ടകാലമായിരുന്നു ഇടയ്ക്കൊരു ടൈമിൽ. സ്ലേവറി എന്ന് പറയുന്നത് ഒരു ഡീഹ്യൂമനൈസിങ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ്, ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് സ്ലേവ്സിനെയൊക്കെ, അതായത് ആളുകളെ മാർക്കറ്റിലൊക്കെ പരസ്യമായിട്ട് കൊണ്ടുവന്ന് ലേലം വിളിച്ച് വിൽക്കുക, ഒരു ഫാമിലി ഫുൾ സ്ലേവ്സ് ആയിട്ട് എടുക്കുക, അതൊക്കെയായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങൾ. പിന്നെ അപ്പോൾ ഈ സ്ലേവ് നറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് ആക്ടിവിസ്റ്റ് ലിറ്ററേച്ചറായിട്ട് മാറിയിരിക്കുകയാണ്. ആൻഡ് മെമ്മോയിസ് ഓഫ് സ്ലേവ്സ് എന്ന് പറയുന്നത് വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഈ സ്ലേവ് നറേറ്റീവ്സ് തന്നെ എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചറിൽ ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്ലേവ് നറേറ്റർ എന്തായിരിക്കും ചെയ്യുന്നത്? അയാളുടെ സ്ലേവറിയെക്കുറിച്ചും അയാളുടെ ലൈഫിനെക്കുറിച്ചും അയാളുടെ ബർത്തും പേരൻറ്റേജിനെ കുറിച്ചൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അയാൾ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യം. ആൻഡ് ഹൗ ഹി ഓർ ഷീ ഈസ് ബ്രൂട്ടലി ബീറ്റൺ, ആൻഡ് എങ്ങനെയാണ് ലേലം വിളിച്ച് ഇവരെ വിൽക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഓക്കെ. പിന്നെ ആ ഒരു സ്ലേവ് നറേറ്റീവ്സിൽ ക്രിട്ടിക്കൽ പോയിന്റ് എപ്പോഴാണ് വരുന്നത്? ഇവർ രക്ഷപ്പെടുമ്പോഴാണ്, ഇവരുടെ ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ തൊട്ടാണ് അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ഹാപ്പൻ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ഇത് സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതും ആരൊക്കെയാണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതും ഒക്കെയാണ് ഇതിനകത്ത് പിന്നീട് വരുന്നത്. വളരെ എപ്പിസോഡിക് ആയിട്ടുള്ള നറേറ്റീവ്സ് ആണ്. മെലോ ഡ്രമാറ്റിക് ആയിരിക്കും, ഡൈഡാക്റ്റിക് ആയിരിക്കും, മോറൽ വാല്യൂസിനെ കുറിച്ചൊക്കെ പറയും. മാസ്റ്റേഴ്സിൻ്റെ പോർട്രയൽ എപ്പോഴും എന്തായിരിക്കും? വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള മാസ്റ്റേഴ്സിനെ ആയിരിക്കും കിട്ടുന്നതെന്നാണ് എപ്പോഴും ഇമേജ് വരുന്നത്. മാസ്റ്റർ ഒരു റിലീജിയസ് ഹിപ്പോക്രൈറ്റും ആയിരിക്കും. സ്ലേവ് എന്ന് പറയുന്ന ഒരു ട്രൂ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. പിന്നെന്താ പറയുന്നത്, പിന്നെന്താണ് ഇവർക്ക് ഓരോരുത്തർക്ക്, അതായത് മാസ്റ്റർ ആയിരിക്കും എപ്പോഴും നല്ല ബ്രൂട്ടലായിട്ട് ക്രൂവലായിട്ട് പെരുമാറത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് എപ്പോഴും എഴുതുന്നത്. പിന്നെ സ്ലേവ് നറേറ്റീവ്സിലെ കുറച്ച് ഗ്രൂപ്പ് മാത്രമേ, അതായത് കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ സ്ത്രീകൾ എഴുതിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ആണുങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് നോൺ വുമന്റെ സ്ലേവ് നറേറ്റീവ് എന്ന് പറയുന്നത് ദ ഹിസ്റ്ററി ഓഫ് മേരി പ്രിൻസ്, എ വെസ്റ്റ് ഇന്ത്യൻ സ്ലേവ് റിലേറ്റഡ് ബൈ ഹെർസെൽഫ്. അത് 1831 ഉണ്ടായിരുന്നത്. അപ്പം സ്ത്രീകൾ എഴുതുന്ന സ്ലേവ് നറേറ്റീവ്സ് വളരെ കുറവായിരിക്കും. സ്ത്രീകൾ എഴുതുമ്പോൾ സ്ലേവ് നറേറ്റീവ്സിനകത്ത് എന്തൊക്കെയായിരിക്കും വരുന്നത്? സെക്ഷൽ അഡ്വാൻസസ് ഓഫ് മാസ്റ്റേഴ്സ് സെക്ഷലി ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം, പിന്നെ അവർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും എങ്ങനെ ഫ്രീഡം കിട്ടി എന്നുള്ള കാര്യം, പിന്നെ ഇവരെ ഒരുപാട് ഹീറോയിക് ഫിഗേഴ്സിനെയൊക്കെ ഈ ഒരു സ്ട്രഗിളിൻ്റെ ഇടയിൽ കണ്ടുമുട്ടുന്ന കാര്യം, റോൾ ഓഫ് ഫാമിലി റിലേഷൻഷിപ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും സ്ത്രീകൾ എഴുതുന്ന സ്ലേവ് നറേറ്റീവ്സിനകത്ത് കൂടുതലായിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. സിവിൽ വാറിന് ശേഷം സ്ലേവ് നറേറ്റീവ്സിന്റെ ടോണും ട്രീറ്റ്മെന്റും എല്ലാം നല്ല രീതിയിൽ മാറാൻ തുടങ്ങി. സ്ലേവറി എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക റെസിസ്റ്റൻസ് ആയിട്ട് മാറാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ അതായത് സ്ലേവ്സിന്റെ ലൈഫിനെ കുറിച്ച് കൂടുതൽ ഓപ്പൺ അപ്പ് ആയിട്ട് ആളുകൾ എഴുതാനൊക്കെ തുടങ്ങി. ഓക്കെ. അപ്പോൾ സ്ലേവ് നറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ലിറ്റററി ജോണർ ആണ്. അത് ഓട്ടോബയോഗ്രഫിക്കൽ അക്കൗണ്ട്സ് ആണ്. ഈ ആഫ്രിക്കൻസ്, അമേരിക്കയിലുള്ള കുറച്ച് ആഫ്രിക്കൻസിനെ എങ്ങനെയാണ് എൻസ്ലേവ് ചെയ്തത്, അവരുടെ ലൈഫ് എങ്ങനെയാണ്, അതൊക്കെയാണ് പറയുന്നത്. സ്ലേവ് നറേറ്റീവ്സ് ഓവർ 6000 ആണ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സ്ലേവ് നറേറ്റീവ്സ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലേവ്സിന്, അതായത് ആരെങ്കിലും എന്തെങ്കിലും ഇവർക്ക് വേണ്ടി സംസാരിച്ച് തുടങ്ങണമല്ലോ. സോ അങ്ങനെയാണ് സ്ലേവ് നറേറ്റീവ്സ് സ്റ്റാർട്ടായി മാറിയത്. പിന്നെ ഈ സ്ലേവ് നറേറ്റീവ്സ് നമുക്ക് ക്യാപ്റ്റിവിറ്റി ലിറ്ററേച്ചർ എന്ന് വിളിക്കാം. ക്യാപ്റ്റിവിറ്റി ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാളുടെ ലൈഫിന്റെ മേജർ പോർഷൻ ഒരു സ്ലേവ് ആയിട്ടോ ഒരു ഫ്യൂജിറ്റീവ് ആയിട്ടോ താമസിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ ജീവിക്കുകയാണെന്ന് വിചാരിച്ചോ, അയാൾ എഴുതുന്ന ലിറ്ററേച്ചറിനെ അല്ലെങ്കിൽ അയാളുടെ ലൈഫിനെ നമുക്ക് ക്യാപ്റ്റിവിറ്റി ലിറ്ററേച്ചർ എന്ന് വിളിക്കാം. സ്ലേവ് നറേറ്റീവ്സ് സോഷ്യലി സിഗ്നിഫിക്കൻ്റ് ആയത് അവരാ ക്യാപ്ചർ ആകുന്നതും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഒരു ട്രൂത്ത് പോലെ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ നടന്നു, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? പഴയ സ്ലേവ്സ് ഉണ്ടല്ലോ, ഫോമർ സ്ലേവ്സ് ഒക്കെ ഇവരുടെ ലൈഫിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അത് പോപ്പുലറൈസ് ആയപ്പോഴാണ് സ്ലേവ് നറേറ്റീവ്സ് നല്ല രീതിയിൽ സോഷ്യലി സിഗ്നിഫിക്കൻ്റ് ആയി മാറാൻ തുടങ്ങിയത്. ഓക്കെ. സ്ലേവ് നറേറ്റീവ്സ് പവർഫുൾ ആയിട്ടുള്ള വോയിസ് ആണ്. ഈ സ്ലേവ്സ് ആയിട്ടിരുന്ന ആളുകളുടെ അവരുടെ ആ സ്ലേവറിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ പറയുന്നതാണ് സ്ലേവ് നറേറ്റീവ്സ് എന്ന് പറയുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻ അല്ലെങ്കിൽ അമേരിക്കൻ സ്ലേവ് നറേറ്റീവിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നറേറ്റീവിന്റെ ആ ഒരു ജേർണിയെ കുറിച്ച് പറയുവാണ്. അതായത് സൗത്ത് ടു നോർത്തിലോട്ട് എങ്ങനെ അവർ സൗത്തിൽ നിന്ന് നോർത്തിലോട്ട്, സൗത്തിൽ അയാൾ സ്ലേവ് ആയിരുന്നു, നോർത്തിലോട്ട് വന്നപ്പോൾ അയാൾ ഫ്രീ ആയത് എങ്ങനെയാണ്, ഇൻഡിപെൻഡന്റ് ആയത് എങ്ങനെയാണ്, അവരെ ലിബറേറ്റഡ് ആയത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അമേരിക്കൻ നോവൽ റിലേറ്റഡ് ടു സ്ലേവറി എന്ന് പറയുന്നത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിന്റെ അങ്കിൾ ടോംസ് ക്യാബിനാണ്. അത് 1852 പബ്ലിഷ് ചെയ്തു. ഓക്കെ. പിന്നെ ബുക്കർ ടി വാഷിംഗ്ടണിന്റെ അപ്പ് ഫ്രം സ്ലേവറി എന്ന് പറഞ്ഞൊരു ബുക്കും കൂടിയുണ്ട്. അതൊരു ബെസ്റ്റ് സെല്ലിംഗ് സ്ലേവ് നറേറ്റീവ് ആണ്. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസിക് അമേരിക്കൻ സക്സസ് സ്റ്റോറിയാണ്. ഒരു സ്ലേവ് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്, സ്ലേവറി എങ്ങനെ തീരുന്നു, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ.
പിന്നെ അങ്കിൾ ടോംസ് ക്യാബിനകത്ത് അങ്കിൾ ടോം എന്നുള്ള ക്യാരക്ടറിന്റെ യുണീക്നെസ് എന്താണ്? അദ്ദേഹം ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആണ്. അദ്ദേഹം എന്ത് ചെയ്യാണ് ചെയ്തത്? ബാക്കിയുള്ള സ്ലേവ്സിന് വേണ്ടി അദ്ദേഹം ഫൈറ്റ് ചെയ്ത് കൂടെ നിന്നു. അതാണ് അങ്കിൾ ടോംസ് ക്യാബിലെ അങ്കിൾ ടോമിന്റെ ക്യാരക്ടർ. ഓക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരുന്നത് 2-3 സ്ലേവ് നറേറ്റീവ്സിന്റെ നോവൽസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. സ്ലേവ് നറേറ്റീവും നിയോ സ്ലേവ് നറേറ്റീവ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. സ്ലേവ് നറേറ്റീവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ അക്കൗണ്ടാണ്, അതായത് ആക്ച്വൽ ആയിട്ട് അയാൾ എഴുതുന്നതാണ് സ്ലേവ് നറേറ്റീവ്. നിയോ സ്ലേവ് നറേറ്റീവ് എന്ന് വെച്ചാൽ ഫിക്ഷണലൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിനെയാണ് നമ്മൾ നിയോ സ്ലേവ് നറേറ്റീവ് എന്ന് പറയുന്നത്. അതായത് കണ്ടംപററി ഓതേഴ്സ് ഒക്കെ എഴുതുന്നത് നിയോ സ്ലേവ് നറേറ്റീവ് ആണ്. അത് എക്സ്പീരിയൻസ് ചെയ്യാതെ ഫിക്ഷണലൈസ്ഡ് ആയിട്ട് എഴുതുന്നതാണ് നിയോ സ്ലേവ് നറേറ്റീവ് എന്ന് പറയുന്നത്. സ്ലേവ് നറേറ്റീവിന്റെ എലിമെന്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. അതായത് ഒരു സ്ലേവിന്റെ ലൈഫായിരിക്കും പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റൈലായിരിക്കും എഴുതുന്നത്. ഒരുപാട് ക്യാരക്ടേഴ്സ് കാണും, ഒരുപാട് ഡ്രമാറ്റിക് ഇൻസിഡൻസ് കാണും. മാസ്റ്റർ എപ്പോഴും ബ്രൂട്ടൽ ആയിരിക്കും. സ്ലേവ് എന്ന് പറയുന്ന മനുഷ്യൻ എപ്പോഴും ട്രൂലി ക്രിസ്ത്യൻ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എലിമെന്റ് ആയിട്ടായിരിക്കും പോർട്രേ ചെയ്യുന്നത്. ഒരുപാട് വയലൻസ്, എസ്കേപ്പ് അതൊക്കെ കാണും. ഓക്കെ. പിന്നെ നിയോ സ്ലേവ് നറേറ്റീവ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വാർ 2 ശേഷമാണ് നിയോ സ്ലേവ് നറേറ്റീവ്സ് വന്നത്. 1960s 70s കാലഘട്ടത്തിലാണ് ഇത് ഫ്ലറിഷ്ഡ് ആയത്. ഒരു ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് പേഴ്സണെ കുറിച്ചോ അയാളുടെ ലൈഫിനെ കുറിച്ചായിരിക്കും ഇത് പറയുന്നത്. മാസ്റ്റർ നറേറ്റീവ്സിനെ കുറിച്ച്, അതായത് മാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, ഈ അവർ ശരിക്കും ഇത് എഴുതുന്ന ആളുകൾ, നിയോ സ്ലേവ് നറേറ്റീവ്സിന്റെ ഓതേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകളല്ല. അവർ കേട്ടുകേൾവി വെച്ച് ഫിക്ഷണലൈസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും നിയോ സ്ലേവ് നറേറ്റീവ്സിനകത്ത് ഉള്ളത്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.